സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലെ ഇനിയും നിന്നുള്ളം നോവല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു വ്ളോഗാണ്. വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഹോസ്റ്റലാണ്, നമ്മളിന്ന് വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് റഹു. ഷീസ് ഫ്രം ലക്ഷദ്വീപ്. അപ്പോൾ എല്ലാവരും ഗായ്സ് ഇന്ന് പോവും, ഞാനും പോവും, എല്ലാവരും പോവും. നമ്മളെ ഫ്രണ്ട്സ് ഇനി എന്നാ കാണാമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇൻഷാല്ലാ ഞാൻ ലക്ഷദ്വീപ് പോകുമ്പോൾ കാണാം. പിന്നെ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഫർസീന, ഷീസ് ഫ്രം നിലമ്പൂർ. ഇതാണ് റിൻഷ, പറ ഫ്രം തിരൂർ. ഓക്കെ. ഇതിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തല്ലോ റഹ്മത്ത്. യെസ് കേസ്. ഇനി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എല്ലാവരും അവിടെ ഇവിടേക്ക് ആയിപ്പോയി. ഞാൻ എല്ലാവരും കാണിച്ചിരുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ വ്ളോഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഹോസ്റ്റലിൽ നിന്നുള്ളത്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും പിന്നെ ചട്നിയായിരുന്നു. അപ്പം നമ്മൾ മെസ്സിലൊക്കെ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ പൊതുവേ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കൽ ഇങ്ങനെ തന്നെയാണ്. എല്ലാ ഡേയ്സും നമ്മൾ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കാറ്. ഞങ്ങൾ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക കണക്ഷനാണ് എല്ലാവരുമായിട്ട്. അപ്പം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ഓക്കെ ആകുമ്പോഴേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാറ്. പിന്നെ അത്രയും എന്തെങ്കിലും ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ 1-2 പേരൊന്നും മിസ്സായിപ്പോവും. ലാസ്റ്റ് ഡേ ആയപ്പം ആ ഫുഡിൻ്റെ കൂടെ ആ ഇമോഷൻസും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ഭയങ്കര മെസ്സും ഭയങ്കര ഫീലിംഗ്ഫുള്ളായിരുന്നു. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ മേലോട്ട് കയറി, റൂമിലോട്ട് കയറി. അപ്പം നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഓൾമോസ്റ്റ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. ചെറിയ ചെറിയ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് റൂമിലെ കാഴ്ചയാണ്. നമ്മളിപ്പോൾ പല പല റൂമിലാണെങ്കിലും നമ്മൾ 3 days എന്നുള്ള രീതിക്ക് നമ്മളെല്ലാവരും ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര കണക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് റൂമിലെ കാഴ്ചയാണ്. അവരെല്ലാം സെറ്റ് ചെയ്ത് ഫുൾ റെഡിയായിരിക്കുകയാണ്. അപ്പം ഇതാണ് എൻ്റെ ഹോസ്റ്റൽ. ഇനി അടുത്ത് എൻ്റെ റൂം കാണിച്ചു തരാം. എൻ്റെ റൂം നോക്കിയേ വേണ്ട, ഭയങ്കര വൃത്തിയുള്ള റൂമായതുകൊണ്ടാണ് ഇങ്ങനെ. സംഭവത്ത് പറഞ്ഞാൽ നമ്മൾ നല്ല ഫുള്ള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മെസ്സിയാണ് റൂം. ഞങ്ങളെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഫിനിഷ് ആയിട്ടില്ല, കാരണം എല്ലാവർക്കും പാക്ക് ചെയ്യാൻ ഭയങ്കര മടി. പാക്ക് ചെയ്യുമ്പോഴത്തേനും പല ഇമോഷൻസും വന്ന് ഫീലാവാൻ തുടങ്ങിയപ്പോൾ പിന്നെ പാക്കിങ്ങൊക്കെ നിർത്തി വെച്ചു. പിന്നെ രാവിലെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് സംഭവം. പിന്നെ ഒരുപാട് പണികളുണ്ട്. അപ്പം കുറച്ചുകൂടെ റൂമിലിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. ഫുൾ പച്ചപ്പ് നിറഞ്ഞുള്ള മരങ്ങളും കാടുകളും മലയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ. നമുക്കൊക്കെ സൺറൈസ് കാണണമെങ്കിൽ വേറെ എവിടെ പോകണ്ട, അവിടെ നിന്ന് നല്ല അസലായിട്ട് നല്ല വ്യൂ ആയിട്ട് സൺറൈസ് കാണാം. അപ്പോൾ അടുത്ത കലാപരിപാടിയാണ് ഇത്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ചെറിയ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീഷർട്ട് മേടിച്ചിരുന്നു. നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് മേടിച്ചൊരു ടീഷർട്ടായിരുന്നു. നമ്മളത് ഇട്ട് ഓൾമോസ്റ്റ് അത് ഒഴിവാക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കങ്ങനെ ഒരു മെമ്മറീസും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇന്നലെ തന്നെ അതിൻ്റെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പെയിൻ്റൊക്കെ ആക്കി ഇപ്പോൾ ഇതാ ഓരോരുത്തർ അവർക്കുള്ള ആ ഫീലിങ്സും ആ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പാരഗ്രാഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് എഴുതുകയാണ്. അതാണ് ഇത്രയൊക്കെ എഴുതുന്നത്. എന്തൊക്കെയോ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ വീട്ടിലെത്തിയിട്ടാണ് അതൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ കട്ടറുതാ കുറേ നേരമായിട്ട് എഴുതുന്നുണ്ട്. വലിയൊരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അതായിരുന്നു അടുത്ത കലാപരിപാടി. ഇതൊക്കെ പിന്നെ കാണുമ്പോൾ ഭയങ്കര ഓർമ്മകളാണ്. എഴുത്തും പെയിൻ്റാക്കലൊക്കെ കഴിഞ്ഞതിനുള്ള ശേഷമുള്ള ടീഷർട്ടിൻ്റെ കോലാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്തായാലും. അപ്പം ഈ കലാപരിപാടിയും കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കോഷൻ ഡെപ്പോസിറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഓഫീസിലൊന്ന് കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്റ്റലേഴ്സ് എല്ലാവരും കൂടെ കോളേജിലോട്ട് പോവുകയാണ്. പിന്നെ ഇങ്ങനെ ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയൊന്നുമില്ല. അപ്പോൾ അതും കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നടക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി വെച്ച് നമ്മളൊരു പുതിയൊരു ഗസ്റ്റിനെ പരിചയപ്പെട്ടു. വേറെ ആരുമില്ല, നമ്മുടെ കോളേജിലുള്ളൊരു സ്റ്റുഡൻറ്റിൻ്റെ ബേബിയാണ്. അപ്പോൾ പിന്നെ കുട്ടികളെ കണ്ടാൽ നമ്മൾ വെറുതെ വിടില്ലല്ലോ, എസ്പെഷ്യലി ഗേൾസ്. അപ്പോൾ കുറച്ചുകൂടെ അങ്ങനെ കൊഞ്ചിച്ചിരുന്ന് കുറച്ച് അവിടെയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ ഓഫീസിലോട്ട് വിട്ടു. നമ്മളിപ്പോഴും ഓഫീസിലോട്ട് എത്തിയിട്ടില്ല. അടുത്ത് നമ്മൾ സ്റ്റെക്കായത് ഈ മിററിൻ്റെ മുന്നിലാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തും പിന്നെ ഞങ്ങൾ നടന്നു ഓഫീസിലോട്ട്. ഇതാണ് കോളേജിലെ ഷോ നടക്കുന്ന കാട്ടി നടക്കുന്ന ഷോമോള്. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. നിതാ പൈറുണ്ട് ചാനൽ. ഓക്കെ, ലിങ്ക് ആയിക്കോട്ടോ, ഞാൻ ചെയ്യാം. ഈ സബ്സ്ക്രൈബ് ചെയ്തണോ? അപ്പോൾ ഫൈനലി ഗായ്സ്, ഇതാണ് എൻ്റെ കോളേജ്. കൊരമ്പിൽ അഹമ്മദ് ഹാജി മെമ്മോറിയൽ യൂണിറ്റി വുമൻസ് കോളേജ് മഞ്ചേരി.
അപ്പോൾ ഞാനിവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ 3 വർഷമായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിതാ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും ഹരിതാപകരമായ ഇത്രയും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു കോളേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ കോളേജ് ഫുൾ ഇങ്ങനെയാണ്, ഫുൾ മരങ്ങളും ചെടികളും പച്ചപ്പൊക്കെയാണ്. ഇതിപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമാണ്, ഇനി ഒരുപാടുണ്ട്. അപ്പം നമ്മൾ പോയ കാര്യം എന്ന് വെച്ചാൽ കോഷൻ ഡെപ്പോസിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്തായാലും കിട്ടിയില്ല, ഇതിന് വേറെ ദിവസമാണ് കിട്ടുക. നമ്മുടെ പോയ കാര്യം സാധിച്ചില്ല. നമ്മൾ തിരിച്ച് നമുക്ക് ഹോസ്റ്റലിലോട്ട് തന്നെ പോവാം. അവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. അങ്ങനെ നമ്മൾ ഷടപടെ ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഹോസ്റ്റൽ. ഹോസ്റ്റലും ഭയങ്കര ഹരിതാപകരമാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ ഭയങ്കര ചെടികളും കാടുകളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു ഹോസ്റ്റലാണ്. അപ്പോൾ ഇതാണ് 3 വർഷം ഞാൻ താമസിച്ചിരുന്ന എൻ്റെ ഹോസ്റ്റൽ. അപ്പം ഹോസ്റ്റലിൽ നിന്ന് വിട പറയുകയാണ്, കോളേജിൽ നിന്നും വിട പറയുകയാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഹോസ്റ്റലിൻ്റെ ചെറിയ ക്ലിപ്സൊക്കെ എടുത്ത് നടന്നു. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് നടക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലെ മെയിൻ താരങ്ങളാണ് ഒന്ന് ഹാജറാത്ത, പിന്നെ നിഷ ചേച്ചി എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുണ്ട്, ഇനി രാധ ചേച്ചി ഉണ്ട്, നിഹിമത്തുണ്ട്, മൈമുനത്തുണ്ട്. അപ്പോൾ ഓരോന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു വീഡിയോ കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഇന്നലെ ചേച്ചിമാർക്കും താത്തമാർക്കും കൊടുത്ത ചെറിയൊരു സർപ്രൈസാണ്. അപ്പം അതൊന്ന് പോയി കണ്ടിട്ട് വരൂ കേട്ടോ. കൂടിരിഞ്ഞ പക്ഷിക്ക് വിണ്ണിൻ ചില്ലപ്പൂ തരുമോ കിനാവഭയം കിനാവ് കൊണ്ടൊരു കളിമുറ്റും വിദൂരമേതു ദേശം അപ്പോൾ ഗായ്സ് ഇനിയാണ് മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തന്നെ വെക്കേറ്റ് ചെയ്ത് ഞാനാണ്. അപ്പോൾ ഒരു 12 മണി ഉച്ച 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റേഴ്സ് കൂട്ടാൻ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് ഞാനാണ് പോണത്. അപ്പോൾ എല്ലാവരും കരഞ്ഞ് സീനാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയായിരുന്നു ഞാൻ TC വാങ്ങാൻ ഇനിയും വരും, എന്തെങ്കിലും ആവശ്യത്തിന് ഇനിയും വരും, അപ്പം കാണാമെന്നൊക്കെ. അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ പോകുമ്പോൾ അത്രയും ഫീൽ ആവണത്, അത്രയും ഇമോഷണൽ ആവണത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഹോസ്റ്റലേഴ്സ് ഒരു റൂം എന്നുള്ളതിന് പുറത്ത് നമ്മൾ തേർഡീസ് ഫുള്ളൊരു ഗ്യാങ്ങാണ്. നമ്മൾ തേർഡീസ് എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാർ ഗ്യാങ്ങാണ്. നമുക്ക് ഇങ്ങനെ റൂം വൈസ് ടീം ഗ്യാങ്ങിസം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ മിസ് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇവരൊക്കെ ഇമോഷണൽ ആയിട്ടുണ്ട് എന്ന്. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്ന നമ്മുടെ കണക്ഷനും ഫ്രണ്ട്ഷിപ്പിനൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ഓർമ്മകളും ഒരുപാട് എന്തൊക്കെയോ ബാക്കി വെച്ച് നമ്മളിതാ എല്ലാവരും വിട പറയുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണും. എന്തായാലും ആ ബോണ്ട് എന്തായാലും നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ എല്ലാവരോടും വിട പറഞ്ഞ് ഞാനങ്ങനെ പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വ്ളോഗ്. അപ്പം ലാസ്റ്റ് കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബായ്.